കുറച്ച് ദിവസം മുമ്പ് നമ്മൾ റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്ന് അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ ജസ്റ്റ് പതുക്കെ ഒന്ന് നമ്മൾ നെറ്റ് ഒന്ന് പൊക്കി നോക്കിയതാണ്. അപ്പോൾ ഫീമെയിൽ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഫീമെയിലിൻ്റെ അടിഭാഗത്ത് ഇനിയും കുറേ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് റിലീസ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറേയൊക്കെ ആ ഒരു PVCയുടെ ഉൾഭാഗത്തായിട്ട് ഒളിച്ചിരിക്കുകയാണ്. ബാക്കി കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആ നീല നിറത്തിൽ നമ്മുടെ ബോക്സിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണില്ല. പക്ഷേ PVCയുടെ മുകളിൽ വരുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ആ അറ്റത്ത് ഒരു ചെറിയ കുഞ്ഞ് കിടന്ന് നടക്കുന്നുണ്ട്. ആ PVCയുടെ മുകളിലേക്ക് നോക്കിയാൽ മതി, ഒരു കുഞ്ഞ് കിടന്ന് നടക്കുന്നത് കാണാം. അങ്ങനെ കുറേ എണ്ണം ഇതിനകത്ത് ഓൾറെഡി റിലീസായിട്ടുണ്ട്. എല്ലാം PVCക്കകത്തുണ്ട്. നമ്മളൊരു PVC പതുക്കെ ഒന്ന് പൊക്കി നോക്കിയിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് കുറേ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് കൈ ഇടുന്ന സമയത്ത് ഈ ഫീമെയിൽ ക്രൈഫിഷ് നമ്മുടെ കൈൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കടിക്കാൻ വേണ്ടി വരുന്നതാണോ എന്ന് നമുക്കറിയില്ല. കുഞ്ഞുങ്ങളെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതാണെന്ന് തോന്നുന്നു. നമ്മളിതിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കഴിക്കാൻ സാധ്യതയുണ്ട്. ദേ ഈ കാണുന്ന PVCയുടെ മുകളിൽ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം സൈസുള്ള കുഞ്ഞാണ്, തീരെ പൊടിക്കുഞ്ഞല്ല. കാരണം നമ്മൾ ഈ ഒരു ഫീമെയിൽ ക്രൈഫിഷിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ കുറച്ച് സൈസായിട്ട് വരുന്നത്. എന്തായാലും നമ്മളൊരു വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ആഴ്ചയിൽ നമ്മളൊരു വാട്ടർ ചേഞ്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു 50% വെള്ളമാണ് മാറ്റി കൊടുക്കാറുള്ളത്. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ ഡിഫറൻസ് വരും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഒട്ടുമുക്ക PVCകളും പുറത്തേക്ക് എടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ച് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4 ട്രേകൾ മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഹൈഡിങ് സ്പോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ പിടിച്ചതിന് ശേഷം ട്രേകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ട്രാൻസ്പാരൻറ്റ് ട്രേയിലിട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന് ശേഷമായിരിക്കും നമ്മൾ അവരെ ട്രേകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈസും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, തീരെ ചെറിയ സൈസ് ആയതുകൊണ്ട്. കുറച്ച് വലുതായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സൈസ് അനുസരിച്ചായിരിക്കും ട്രേകളിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരെ താഴെ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാം. കണ്ടില്ലേ, അത് തീരെ ചെറിയ സൈസല്ല, കുറച്ച് സൈസുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഈ ഒരു സൈസുള്ള കുഞ്ഞുങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചത്തുപോകാതെയൊക്കെ റേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തീരെ പൊടി കുഞ്ഞുങ്ങളാകുമ്പോഴാണ് റിസ്ക് വരുന്നത്. അവർ ചെറിയ എന്തെങ്കിലും വെള്ളത്തിലൊക്കെ പ്രശ്നം വരുമ്പോൾ ചത്തുപോകും. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ കളക്ട് ചെയ്ത് പുതിയ ട്രേകളിലേക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കും.